8 വർഷത്തോളമായി നിസാമുദ്ദീൻ റിയാദിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പ്രമേഹ രോഗിയായിരുന്ന അദ്ദേഹം ദമാമിലെത്തിയപ്പോൾ സഹോദരി ഭർത്താവുമൊത്ത് പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തി. ഡിസംബർ 27-ന് അൽഖോബാറിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടാവുകയും ബോധം നഷ്ടപ്പെടുകയുമായിരുന്നു. പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുകയും ചെയ്തു. ഇപ്പോൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ അധികൃതർ ആശുപത്രിയിലെത്തിയെങ്കിലും മതിയായ സഹകരണം ലഭ്യമാക്കിയില്ല. കൂടാതെ പ്രമേഹ രോഗിയാണെന്ന വിവരം നേരത്തെ അറിയിക്കാത്തതിനാൽ ഇൻഷുറൻസ് കമ്പനിയും കൈയൊഴിഞ്ഞു. ഇതോടെ നാട്ടുകാരുൾപ്പെട്ട തലശ്ശേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചികിത്സ നടക്കുന്നത്. ഇതിനകം തന്നെ 88,000 റിയാൽ ആശുപത്രിയിൽ ചെലവ് വന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയാൽ രോഗി സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു മികച്ച ആശുപത്രിയിലേക്ക് മാറ്റാനോ വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് അയക്കാനോ കഴിയാതെ നിസ്സഹായരാണ് ബന്ധുക്കൾ. എയർ ആംബുലൻസ് ഒരുക്കി അടിയന്തരമായി മികച്ച ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. എംബസി അധികൃതരുടെയും നാട്ടിലെ ഉന്നത അധികാരികളുടെയും ഇടപെടലിലൂടെ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം.